ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മുടെ ഭാഗ്യവർഷമാക്കി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി 2025 ആകാനായിട്ട്, അതായത് നമ്മുടെ ഡ്രീം ഇയറിലേക്ക് കടക്കാനായിട്ട് വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ജനുവരി 1 തീയതി ആവാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 1 തീയതി ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഡയറിയും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് അതിൽ ഒരുപാട് ഡ്രീമൊക്കെ എഴുതി വെക്കും അല്ലേ? ആ ഡ്രീമൊക്കെ ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞ് ഇനിയുള്ള ദിവസം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യും, എക്സസൈസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ലിസ്റ്റിൽ എഴുതി വെക്കും. എന്നിട്ട് അതെല്ലാം ഒരു 15-20 ദിവസം കറക്റ്റായിട്ട് ചെയ്യും. പിന്നീട് നമുക്ക് മടി വന്നു തുടങ്ങും. അപ്പോൾ എന്നിട്ട് നമ്മൾ വിചാരിക്കും, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. നിങ്ങൾ ഈ 2025 നിങ്ങളുടെ ഭാഗ്യവർഷമായി കണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജനുവരി 1 തീയതി ആകട്ടെ എന്ന് പറഞ്ഞു നിൽക്കാതെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ തീരുമാനം എടുക്കുക. ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കുക. ഇനി പറയുന്ന ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തിയും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുകയും അത് നമ്മളിൽ നടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ എല്ലാ ദിവസവും നമ്മൾ തന്നെ പുഷ് ചെയ്യണം. ആരും ഒന്നും വന്നിട്ട് നമ്മളെ പുഷ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആരെയും നമ്മൾ കാത്തു നിൽക്കുകയും വേണ്ട. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുക. നമ്മുടെ മനസ്സ് പറയും നാളെ ചെയ്യാം എന്നൊക്കെ. പോരാ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുതൽ ചെയ്യാൻ ആരംഭിക്കുക. അതായത് ഇന്നു മുതൽ തന്നെ ചെയ്യുക. മനസ്സ് നമ്മളെ മടിപ്പിടിച്ചിരുത്തുമ്പോൾ മനസ്സിനോട് പറയുക, നീയല്ല എൻ്റെ ബോസ്, ഞാനാണ് എന്ന് പറയുക. ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കാതെ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഗോളുകൾ എഴുതി വെക്കുക. ഒരു പുതിയ ഡയറിയോ നോട്ട്ബുക്കോ എടുത്തിട്ട് അതിൽ എഴുതുക. അതിൽ നിങ്ങൾക്ക് വേണ്ട ഗോളുകൾ വ്യക്തമായിട്ട് വേണം എഴുതാനായിട്ട്. എനിക്ക് വീട് വേണം, ജോലി വേണം, കാറ് വേണം എന്നല്ല എഴുതേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയാണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എവിടെയാണ് വേണ്ടത്, അത് എങ്ങനെ നിങ്ങൾ അച്ചീവ് ചെയ്യും എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതായത് നമ്മൾ ഗോളുകൾ എഴുതുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടാസ്കുകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അന്ന് ചെയ്യേണ്ടതെല്ലാം അന്ന് തന്നെ ചെയ്യുക. ചെയ്തു കഴിയുമ്പോൾ ആ പേപ്പറിൽ ടിക്കിട്ട് വെക്കുക. ഇനി അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ അത് പിറ്റേ ദിവസം ചെയ്യേണ്ട ടാസ്കുകളുടെ ഒപ്പം എഴുതി വെക്കുക. എന്നിട്ട് അത് ആദ്യം ചെയ്യുക. പിന്നീട് അന്നത്തെ ദിവസത്തെ ടാസ്കുകൾ ചെയ്യുക. അടുത്തതായിട്ട്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെല്ലാവരും നമ്മുടെ ഇല്ലായ്മകളിലേക്കാണല്ലോ ഫോക്കസ് ചെയ്യാറുള്ളത്. എനിക്ക് പണമില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്കിൽ ദിവസവും രാവിലെയും രാത്രി എഴുതി ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. നിങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യുക. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ജേണൽ ബുക്ക് എടുത്തിട്ട് ഒന്ന് മറിച്ച് നോക്കി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം മാത്രമായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്ദി പറയാനുള്ളത് ദിവസവും ഈ പ്രപഞ്ചം ഒരുക്കി തരും. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നാലാമത്തെ കാര്യം, മെഡിറ്റേഷൻ ചെയ്യുക.
എല്ലാ ദിവസവും രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുക. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉണ്ട്. നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കാനും ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ കുറയ്ക്കാനും അത് സഹായിക്കും. പിന്നെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും. ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. ആ കുറച്ച് സമയം നമ്മുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് വളരെയധികം ശാന്തത, സമാധാനം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് അനുകൂലമായിട്ട് കണ്ടീഷൻ ചെയ്യേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള റിസൾട്ട് മാത്രമായിരിക്കും കിട്ടുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മണ്ണ് ഉറച്ചു കിടക്കുന്ന ഒരു വയലിൽ അവിടെ കളകളും പുല്ലുകളും ഒക്കെ വളർന്നു നിൽക്കും. അതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല വിത്തിട്ടാൽ നമുക്ക് ഫലം കിട്ടില്ല. എന്നാൽ ആ നെൽവയലിനെ ഒന്ന് ഉഴുതുമറിച്ച് നല്ല വിത്ത് ഇട്ടാൽ നല്ല ഫലം കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരുക്കണം. അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് മെഡിറ്റേഷൻ ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കാതെ ചെയ്യുക. 5-ാമതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്നാലുടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ഫീൽ ചെയ്യുക. അത് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്നത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് നടക്കുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചം നമുക്ക് എത്തിച്ചു തരും. 6-ാമതായിട്ട് നിങ്ങൾക്കുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാകും. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ കഴിവിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പഠിക്കണമെങ്കിൽ പഠിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണോ പഠിക്കേണ്ടത് ആ വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഓൺലൈനായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. അങ്ങനെ പഠിച്ച് നിങ്ങളുടെ കഴിവിനെ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വളരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് വിജയിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റൂ എന്നൊരു തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ആഗ്രഹം തീവ്രമാകുമ്പോൾ ഈ പ്രപഞ്ചം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും. 7-ാമതായിട്ട് സ്റ്റേ ഓർഗനൈസ്ഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നീക്കം ചെയ്യുക. അവിടെയെല്ലാം ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ക്ലീനായാൽ തന്നെ നമ്മുടെ മനസ്സ് പകുതി ക്ലീനാകും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വിഷമങ്ങൾ, ദേഷ്യം, ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും പോകുമ്പോൾ നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ നിന്നും പോകുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതായത് നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചതോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞതോ ഒക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നടക്കാതെ നമുക്ക് ഇനി എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. 8-ാമത്തെ കാര്യം മാനേജ് ടൈം എഫക്റ്റീവ്ലി. നമ്മുടെ സമയം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. അതായത് ഇനിയുള്ള സമയം നമ്മൾക്ക് പാഴാക്കി കളയാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് നമ്മുടെ സമയം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായ വ്യക്തികളുമായിട്ട് കൂട്ടുകൂടുക. നമുക്ക് ഗുണകരമല്ലാത്ത കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുക. നമുക്ക് അറിവ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കൂട്ടുകൂടുക. നമ്മുടെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മൾ
ഒഴിവാക്കുക. അപ്പോൾ നല്ല വ്യക്തികളുടെ കൂടെ കൂടുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പം നേടിയെടുക്കാൻ പറ്റും. അടുത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ നമ്മൾക്കുണ്ടാകും. അവിടെയൊന്നും നിങ്ങൾ തളരാതെ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അതെല്ലാം എനിക്ക് വളരാനുള്ള ഒരു വഴിയാണ് എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക. അവിടെ ഒന്നും നിങ്ങൾ തോറ്റു പിന്മാറാതിരിക്കുക. അപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിച്ചേരും. ആ വീഴ്ചയിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുക. ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് 1 വർഷത്തിനുള്ളിൽ എവിടെ എത്തിച്ചേരണം? അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ എവിടെ എത്തിച്ചേരണം? 5 വർഷത്തിനുള്ളിൽ എവിടെ എത്തിച്ചേരണം? എന്താണ് എൻ്റെ ലക്ഷ്യം? ഞാൻ എന്താണ് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുക. ഇനി നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്തുക. ഇപ്പോൾ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അത് പതിയെ പതിയെ മാറ്റിയെടുക്കുക. അത് കുറച്ച് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സമയം എടുത്തുകൊണ്ട് അത് മാറ്റിയെടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസിൽ യോഗയോ നടക്കാൻ പോവുകയോ ഇനി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ഒരു എക്സസൈസ് അത് ചെയ്യുക. അടുത്തതായിട്ട് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ആയിത്തീരേണ്ടത് അതിന് അഫർമേഷൻ എഴുതി രാവിലെ ഉണർന്നാലുടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം എല്ലാ ദിവസവും ഒരു റുട്ടീനാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ശീലിക്കുക. ഇനി അടുത്തതായിട്ട് ചാരിറ്റി കൊടുക്കുക. നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ തുക അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് ദാനമായി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അബൻഡൻസ് വന്നു ചേരും. 1 മാസം ചെയ്താൽ പോരാ, എല്ലാ മാസവും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ ഈ 2025 നിങ്ങളുടെ ഭാഗ്യവർഷമാക്കി മാറ്റാനും സാധിക്കും.